ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്മിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നിരിക്കുകയാണ് നമ്മളെ വാഹടപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഫസ്മിനെതിരെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവള് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരും. ഓൾറെഡി ഇപ്പോൾ ഒരെണ്ണം കിട്ടി. 2 പ്രൈവസി വയലേഷൻ മെയിൽ എനിക്ക് വന്നു. മൊത്തത്തിൽ എന്റെ വായടപ്പിക്കാനുള്ള പരിപാടിയാണ് ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് നീ എന്നെ ഇങ്ങനെ പേടിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. വേറെ ആരെയും നീ പേടിക്കുന്നില്ല. എന്തുകൊണ്ട് നീ എന്നെ ഇങ്ങനെ പേടിക്കുന്നു ഫസ്മിനെ? എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരുന്നു. കഴിഞ്ഞ വീഡിയോയില് ലവൻ നിന്റെ ചാനലിൽ നിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ബോട്ട് കയറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഭയങ്കര ചീപ്പ് ഷോ ആണ് എന്നൊക്കെ പറഞ്ഞ് അവനെ തെറി വിളിച്ച നീ എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരുന്നു. അതെനിക്ക് മനസ്സിലായി. കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നത് ഒരു 2 വർഷം കൂട്ടിക്കോ. മെയ് ഒക്കെ ആകുമ്പോൾ 2 വർഷമാവും. ആ ഒരു 2 വർഷത്തിന് മുമ്പ് അനന്തു ചേട്ടൻ്റെ ചാനലിൽ വന്ന സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ അത് 1.5 സ്ട്രൈക്കാണ്. ഇവിടെ ഫസ്മിനല്ലേ കൊടുത്തത്. അവിടെ നല്ല ഇന്റർനാഷണൽ ടീമാണ് അവിടുത്തെ. അക്കൗണ്ട് പോകാൻ ഏകദേശം മണിക്കൂറുകൾ മാത്രമുള്ള സമയത്താണ് ആ അക്കൗണ്ട് എന്താ പറയുക, നമ്മൾ ചില സിനിമയിലൊക്കെ ചില ടിസ്റ്റൊക്കെ കാണത്തില്ലേ, ചില കാമിയോ റോൾസ് ഒക്കെ വരുന്ന പോലെ അങ്ങനെ ഒരാൾ വന്നു. ആ അക്കൗണ്ട് നിമിഷം കൊണ്ട് തിരിച്ചു വന്നു. അതും ഹോട്ട്സ്റ്റാർ അടിച്ച സ്ട്രൈക്ക് എന്താ പറയാ, അതിനെക്കുറിച്ച് ഞങ്ങളിവിടെ കൂടുതലും വിവരിക്കുന്നില്ല. സിമ്പിളായിട്ട് ഊരിയതാണ്. അതിൻ്റെ ഇടയ്ക്കാണ് അവൾ 100 അല്ല 1000 അല്ല 10,000 സ്ട്രൈക്ക് അടിച്ചു. ആ ചാനൽ അവിടെ പോവില്ല. അതങ്ങനെയാണ്. ആ ചാനൽ അടുത്ത് ഭദ്രമാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഫസ്മിൻ്റെ ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും. പുള്ളിയൊക്കെ ഒന്ന് വിചാരിച്ചാലാ നിന്റെ 100K ചാനൽ അങ്ങ് ബുക്കോളും. സീരിയസ്ലി ഞാൻ പറയാമെന്ന് വെച്ചല്ലോ, ഈ ബോട്ട് പരിപാടി, ഈ ചാനലിൽ അടിച്ച് കളയുന്ന പരിപാടി, അങ്ങനെയുള്ള പരിപാടിയൊന്നും നമ്മൾ ചെയ്യാറില്ല. പക്ഷെ അറിയാം ഏത് രീതിയിലാണ് എങ്ങനെയാണെന്നൊക്കെ കാര്യങ്ങൾ അറിയാം. പക്ഷെ നമ്മളങ്ങനെ ചെയ്തില്ല, നമുക്ക് ദ്രോഹിക്കത്തില്ല നമ്മളാരെ. ഉള്ള കാര്യം പറയാമല്ലോ. ഇതിപ്പം ഫസ്മിനെ കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. കൊട്ടിയത് നിങ്ങൾക്ക് ആൾ മാറിപ്പോയി. സീരിയസ്ലി ഞാൻ പറയാലോ, ഫസ്മിനിക്ക് ആൾ മാറിപ്പോയി. അല്ല, കിളി എന്ന് പറഞ്ഞ പയ്യൻ്റെ ഇൻസ്റ്റാഗ്രാം അടിച്ച് കളഞ്ഞ പോലല്ലേ ഇത് കുറച്ച് പാടുപെടും. നീ സൂക്ഷിച്ചോ. ഇപ്പം നീ ഓരോരുത്തരെ കോണ്ടന്റ് എടുത്തിട്ട് നീ ചെയ്യുന്നുണ്ടല്ലോ, നിനക്കിട്ട് ഒരടിയിട്ട് നീ എന്തൊക്കെ പറയും? അയ്യേ, ഇത് ചീപ്പാണ്, ഭയങ്കര ചീപ്പ് ഷോ ആണ്, അത്രേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഒരു കുഴപ്പവും വരത്തില്ല. അത് വേറെ കാര്യങ്ങൾ. പോയ വീഡിയോ എന്തായാലും ഒരു 14 ദിവസത്തിനുള്ളിൽ തിരിച്ചും വരും. പിന്നെ എന്തിനാണ് നീ എന്തുകൊണ്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരുന്നു എന്ന് പൊന്നുമോളെ, ഇതിനേക്കാളും വലിയ ഭീഷണി വന്നിട്ട് നമ്മള് അടങ്ങിയില്ല. അപ്പൊ നീ ഈ പപ്പാപ്പറ്റി കാട്ടി എന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കല്ലേ? നിനക്കെതിരെ ഞാൻ വീഡിയോ ചെയ്യുന്നത് നിർത്തണമെങ്കിൽ നീ എന്നെ കൊല്ലണം. അല്ലാതെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നീ എന്നെ ഇല്ലാതാക്കണം. എന്നാലേ നിനക്കെതിരെ ഞാൻ സംസാരിക്കാതിരിക്കത്തുള്ളൂ. നിന്റെ ഭാഗത്ത് ശരിയുള്ള സമയത്ത് നിന്റെ കൂടെ സംസാരിച്ചിട്ടുണ്ട്. നീ ഉടായിപ്പാണെന്ന് മനസ്സിലാക്കിയ ആ മൊമെന്റിലും നിനക്കെതിരെ കുറെ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിനൊന്നും ഇതൊരു ഉത്തരവും കിട്ടിയിട്ടില്ല. നീ വന്നിരുന്നിട്ട് കാണാതെ പണയുന്നല്ലാതെ നിനക്ക് പ്രോപ്പർ റിപ്ലൈ ഇല്ല. നീ സത്യങ്ങൾ പറയുന്നില്ല. നീ സത്യങ്ങൾ എന്ന് വരെ പറയുന്നു, നിന്റെ അണ്ണാക്കിന്ന് അത് വരുന്നോ അതുവരെ ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇനി നീ എത്ര കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നാലും എടി നിനക്ക് മനസ്സിലായി, നിന്റെ ഉടായ്പകൾ ഓരോന്നായിട്ട് പുറത്തു വരുന്നു. നിനക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരി ഈ പരിപാടിയും ഒക്കെ കാണിക്കുക വെച്ചത്. നല്ല സ്ട്രൈക്ക് അടിച്ചതിൻ്റെ പുള്ളി അവർക്ക് മെൻഷൻ ചെയ്ത് ഇൻസ്റ്റ ഇട്ടിട്ടുണ്ടായിരുന്നു. വെറുതെ നിന്റെ സമയം കളയും, ഇതെല്ലാം ഒരു കാര്യം, ഇതിലൊന്നും ഒരു കാര്യമില്ല, ഇനി ഒരു 100 എണ്ണം കൂടി അയച്ചോളൂ എന്നും പറഞ്ഞുള്ള രീതിയിലാണ് പുള്ളി ഇട്ടിരിക്കുന്നത്. ഓക്കെ, അതിനെന്തോ അവളെന്തോ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടൊക്കെ എന്നെ ഗെറ്റ് ലോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കൊണ്ട് അതല്ലേ പറ്റത്തുള്ളൂ. എനിക്കൊന്ന് തൊപ്പിയുടെ ഒക്കെ കൂടിയ സമയത്ത് എന്തൊക്കെ കുറച്ച് ട്രിക്കൊക്കെ അവൻ പറഞ്ഞു കൊടുത്തതായിരിക്കും. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ഒരു നിധി ഇരിപ്പുണ്ട്. അതുള്ള അത്രയും കാലം ഒരു ചുക്കും നടക്കൂല മോളെ. സീരിയസ്ലി ഞാൻ പറയാണ്. നീ നിന്റെ അക്കൗണ്ട് പോവാതെ നോക്കിക്കോ. നീ നോക്കിക്കോ. പക്ഷെ പുള്ളി അത്ര സെറ്റപ്പ് പരിപാടി കാണിക്കത്തില്ല. അത് വേറെ കാര്യങ്ങൾ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൈസ്? ആരാണ് ആരെ പേടിക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്ബും ഒക്കെ ഒന്ന് ചെയ്യുക. ലവ് യു ഓൾ. ഇതൊക്കെ ഒരു 4 മിനിറ്റ് ഒതുക്കേണ്ട കേസ് കേട്ടേ ഉള്ളൂ. വിവരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് ഇവിടെ കേസ് കേട്ടായതുകൊണ്ട്.